മെന്റാലിറ്റി ഉള്ളവർ ആകെ വരാൻ സാധ്യത സൺഡേ മാത്രം. മൺഡേ ത്രൂ സാറ്റർഡേ എന്തോ സംഭവിച്ചാലും എന്തോ ആണെങ്കിലും they will not come. They don't have time to come. They will come for the final show. ഉപവാസ പ്രാർത്ഥനയാണെങ്കിലും അതിന്റെ ഫൈനൽ സെഷനിൽ അവർ കാണും. മൂന്നാമത്തെ ഗ്രൂപ്പിലുള്ള ആൾക്കാരെ കുറിച്ച് ഈ ഭക്തനായ മനുഷ്യൻ പഠിച്ചു പറയുന്നത് ഒരു സർവീസ് സെന്റർ മെന്റാലിറ്റി ഉള്ളവരാ മൂന്നാമത്തെ ആൾക്കാർ. അങ്ങനെയുള്ളവരുടെ മനസ്സിൽ വരുന്നത് സൺഡേ എങ്ങനെയാണെങ്കിലും പോയി ഒന്ന് ഇരുന്ന് കൊടുക്കണം. ഇവിടെ നിന്ന് 1 മണിക്കൂറിൽ ഇങ്ങനെ അടിച്ച് വെള്ളമൊക്കെ അടിച്ച് ക്ലീൻ ആക്കി ഒരു മണിയാകുമ്പോ സ്തോത്രം, ഇനി അടുത്ത ഞായറാഴ്ച ഞാൻ വന്ന് ഇരുന്ന് തരാം. ഇങ്ങനെയുള്ളവരാണ് കൊരിന്ത് സഭയിലും ആയി തീർന്നത്. അങ്ങനല്ല തുടങ്ങിയത്, അങ്ങനെ ആയി തീർന്നു. കുറച്ചു പേർക്ക് സഭ എന്നുള്ളത് ക്ലബ്ബാ കൊരിന്തിൽ, കുറച്ചു പേർക്ക് അത് തിയേറ്ററാ, ഷോ കാണാൻ പോയിരിക്കും. ഇങ്ങനെയുള്ളവർ ചർച്ചിൽ ഇല്ലാതാക്കാൻ വലിയ പ്രയാസമാണ്. പക്ഷെ ഇങ്ങനെയുള്ളവർ കൂടി വന്നാൽ ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടാവും. ഒരു സഭയിൽ ഇങ്ങനെയുള്ള തിയേറ്ററും ക്ലബും മെന്റാലിറ്റി ഉള്ളവരെ കംപ്ലീറ്റ് ആയിട്ട് എലിമിനേറ്റ് ചെയ്യാൻ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷെ ഒരു 60-70% ആൾക്കാരും അങ്ങനെ ആയാൽ വലിയ പ്രശ്നമായി.